ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ മോഹൻലാലിനെ നായകനാക്കി ആന്റണി പെരുമ്പാറ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യാനൊരുങ്ങുകയാണ് ലാൽ ജോസ്. മോഹൻലാൽ കോളേജ് അധ്യാപകന്റെ വേഷത്തിലെത്തുന്ന ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് ലാൽ ജോസ് കാണുന്നത്. ഇത്രനാളും മോഹൻലാലുമൊത്ത് ഒരു സിനിമ ചെയ്യാതിരുന്നതിന്റെ കാരണവും ലാൽ ജോസ് പറയുന്നുണ്ട്. 2 വട്ടം സിനിമയുമായി ലാലിനെ സമീപിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. ബലരാമൻ എന്ന കഥാപാത്രമായി മോഹൻലാലിനെ നായകനാക്കി സിനിമയെടുക്കാൻ തീരുമാനിച്ചിരുന്നു. സുരേഷ് ബാബുവിൻ്റെതായിരുന്നു ഐഡിയ. അതാണ് പിന്നീട് ചില മാറ്റങ്ങൾ വരുത്തി എം പത്മകുമാർ ഷിക്കാർ എന്ന സിനിമയാക്കിയത്. ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറത്തിന്റെ കസിൻസ് എന്ന ചിത്രം മോഹൻലാലിനെ വെച്ച് എടുക്കണമെന്ന് കരുതിയിരുന്നു. എന്നാൽ അതും നടന്നില്ല. 2 വർഷത്തോളം ചില സിനിമകളുമായി ബന്ധപ്പെട്ടു പോയി. അതിൽ നിവിൻ പോളിയുമായി ഒരു ചിത്രം ആലോചിച്ചിരുന്നു. ബോബി സഞ്ജയുടേതായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ. 1 ലൈൻ കഥ കേട്ടപ്പോൾ നിവിൻ ഓക്കെ ആയിരുന്നു. എന്നാൽ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ അത്ര കോൺഫിഡന്റ് ആയി തോന്നിയില്ല. ചിത്രത്തിലെ നായക നടൻ തന്നെ കോൺഫിഡന്റ് അല്ലെന്ന് പറയുമ്പോൾ ആ ചിത്രവുമായി മുന്നോട്ടു പോകാൻ തോന്നിയില്ല. മറ്റൊന്ന്, ശ്രീനിവാസനെ കൊണ്ട് തിരക്കഥ എഴുതിച്ച് ടോവിനോയെ നായകനാക്കി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. ചില ന്യൂ ജനറേഷൻ ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ചെയ്ത പയ്യന്റേതായിരുന്നു കഥ. ചിത്രത്തെക്കുറിച്ച് ശ്രീനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കി ചിത്രമെടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. തന്നോട് സംവിധാനം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ചിത്രത്തിന്റെ കഥയെക്കുറിച്ച് അസിസ്റ്റന്റ്മാരുമായി സംസാരിച്ചപ്പോൾ അവർ ഒരു സ്പാനിഷ് ചിത്രമായി അതിനുള്ള സാമ്യതയെക്കുറിച്ച് പറഞ്ഞു. അതോടെ അതും ഉപേക്ഷിച്ചു. അങ്ങനെ 2 ചിത്രങ്ങളും നടക്കാതെ പോയെന്നും ലാൽ ജോസ് പറയുന്നു. അതിനുശേഷമാണ് മോഹൻലാലിനെ നായകനാക്കി ലാൽ ജോസ് ഈ ചിത്രം ഒരുക്കുന്നത്. കഥാപാത്രത്തിലെ വ്യത്യസ്തത തന്നെയാണ് പുതിയ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്നും ലാൽ ജോസ് പറയുന്നുണ്ട്.